കുട്ടികളെ ഇതിപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ്. ആ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ്. ഇത് മൂവിങ് ആവറേജ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കൺസിഡർ ദ ഫോളോയിങ് മന്ത്ലി ഡേറ്റ ഓഫ് ആവറേജ് ഹൗസ് ഹോൾഡ് എക്സ്പെൻഡിച്ചർ ഓൺ മിൽക്ക് പ്രൊഡക്ട്സ് ഓഫ് എ പേഴ്സൺ. അപ്പോൾ ജനുവരി തൊട്ട് ഡിസംബർ വരെ തന്നിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ബാർ ചാർട്ട് വരയ്ക്കാനും അതിൻ്റെ ഒപ്പം തന്നെ ഫൈൻഡ് ദ മൂവിങ് ആവറേജ് ഓഫ് ലെങ്ത് 3 ആൻഡ് പ്ലോട്ട് ദ മൂവിങ് ആവറേജസ് യൂസിങ് സ്പ്രെഡ്ഷീറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് മൂവിങ് ആവറേജ് കണ്ടുപിടിക്കാനും അതിൻ്റെ ഒപ്പം തന്നെ അതിനൊരു ബാർ ചാർട്ടും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള പ്രോബ്ലം ശ്രദ്ധിക്കുക, പക്ഷേ ഇതിലെങ്ങനെ ചെയ്യണം എന്നുള്ളതും ശ്രദ്ധിക്കുക കേട്ടോ. നമുക്ക് ഡേറ്റ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇത് കൊണ്ടുവന്ന് ഇവിടെ അപ്ഡേറ്റ് ചെയ്തു. ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതിപ്പോൾ ആദ്യം കൊണ്ടുവന്ന് എൻ്റർ ചെയ്തത് വെർട്ടിക്കലാണ്, ഞാനത് ഹൊറിസോണ്ടലാക്കണം കേട്ടോ. മാഷിൻ്റെ വഴിക്ക് ചെയ്യാണ്. നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കയറ്റുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. മാഷ് ഇത് കോപ്പി ചെയ്യണം, ഇവിടെ ഇടണം. ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ട്രാൻസ്പോസ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്, അതിലിടണം. അതേപോലെ തന്നെ ഇതും കോപ്പി ചെയ്യണം. ഇവിടെ കോപ്പി, ഇവിടെ വന്നിട്ട് വീണ്ടും ട്രാൻസ്പോസ്, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് ഓപ്ഷൻസിൽ ട്രാൻസ്പോസ് നിന്നിട്ടുണ്ട്. നമ്മുടെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വന്നു. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇനി മൂവിങ് ആവറേജ് ഇൻ്റർവെൽ 3 കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. മാഷ് പറഞ്ഞ പോലെ നമുക്കത് ഡേറ്റ അനാലിസിസിലൂടെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഡേറ്റ അനാലിസിസ് എവിടെയാണ്, ഡേറ്റയിൽ പോവുക, ഡേറ്റ അനാലിസിസ്, മൂവിങ് ആവറേജ് അതിലുണ്ട്. മൂവിങ് ആവറേജ് സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ അതിലെന്തൊക്കെയാണ് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ബാക്ക് അടിച്ച് കളയുക. എന്നിട്ട് നമ്മൾ ആദ്യം ഇൻപുട്ട് റേഞ്ച് കൊടുക്കുക. ഇൻപുട്ട് റേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ആവറേജ് മിൽക്ക് എക്സ്പെൻഡിച്ചറാണ്. സെലക്ട് ചെയ്യുക, സെലക്ട് ചെയ്തു. ഇനി ഇൻ്റർവെല്ലിൽ എത്ര പറഞ്ഞേക്കണം, 3. ഇതിലേക്ക് നോക്കൂ, ലെങ്ത്ത് 3 എന്നാണ് പറഞ്ഞേക്കണേ. അതിൽ 3 എന്നിട്ട് കൊടുക്കുക, 4 വെച്ചാൽ 4 ഇട്ട് കൊടുക്കുക. ഇനി ഔട്ട്പുട്ട് റേഞ്ച് എവിടെയാണ് ഔട്ട്പുട്ട് വരേണ്ടതെന്നുള്ളത്, അതായത് ഗ്രാഫ് എവിടെ വരേണ്ടതെന്നുള്ളതാണ്. അല്ലെങ്കിൽ ഞാനിവിടെ തന്നെ കൊടുക്കുന്നു, താഴെ തന്നെ കൊടുക്കണം കേട്ടോ. ചാർട്ട് ഔട്ട്പുട്ട് ഇല്ല എന്നുള്ളത് ടിക്ക് ചെയ്യുക, എന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ആൻസറും കിട്ടി. അപ്പോൾ ആൻസർ കുറച്ചും കൂടി നന്നാക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. ഞാൻ കുറച്ചും കൂടി ഔട്ട്പുട്ട് കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഒന്നും കൂടി ഞാൻ എടുക്കുകയാണ്. നമ്മുടെ ഡേറ്റ എവിടെയുണ്ട്, ഞാൻ മാഷ് മൂവിങ് ആവറേജ് കണ്ടുപിടിക്കാൻ പോകുന്നത് കേട്ടോ. ഡേറ്റ അനാലിസിസിലേക്ക് പോവുകയാണ്. മൂവിങ് ആവറേജ് സെലക്ട് ചെയ്യാണ്. നമ്മുടെ ഇൻപുട്ട് ഡേറ്റ ഇതാണ് കേട്ടോ, അതായത് ആവറേജ് മിൽക്ക് എക്സ്പെൻഡിച്ചർ 12 മാസത്തെ സെലക്ട് ചെയ്തു. ഇനി അതിൻ്റെ ഇൻ്റർവെൽ എന്ന് പറയുന്നത് 3 തന്നെയാണ്. ഔട്ട്പുട്ട് റേഞ്ചാണ് കഴിഞ്ഞ ദിവസം നമ്മൾ തെറ്റ് ചെയ്തത് അല്ലേ. നമുക്കത് 12 മാസത്തേക്കാണ്ട് സ്പ്രെഡ് ചെയ്തിട്ടാണ് ഇടാം. എന്നിട്ട് ഓക്കെ കൊടുക്കുക കേട്ടോ. മാഷ് ശ്രദ്ധിക്കുക, ഇത് ഇൻപുട്ട് റേഞ്ച്, ഇത് മുഴുവൻ 3 ഇൻ്റർവെൽ എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ലെങ്ത്ത് പറഞ്ഞിട്ടുണ്ട്, ചാർട്ട് ഔട്ട്പുട്ട് പറഞ്ഞിട്ടുണ്ട്, ഔട്ട്പുട്ട് റേഞ്ച് ഈ ഒരൊറ്റ ഇതുവരെ. ഓക്കെ, നമുക്ക് മുകളിലേക്ക് പോയി അതുണ്ടോ. അപ്പോൾ ഇത് താഴത്തേക്ക് പിടിച്ചുകൊണ്ട് വരിക, ഇവിടെ കൊണ്ടുവയ്ക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക, ലെങ്ത്ത് 3 അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ടും ഗ്രാഫ് കിട്ടി, നമുക്ക് മൂവിങ് ആവറേജ് കിട്ടി 3 മാസത്തിൽ. ഈ 3 മാസം നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നോക്കൂ, 2500 വന്നേക്കുന്നത് 3-ാമത്തെ മാസം ആവറേജ്. ഇനി ഇത് 3 കൂടി കൂട്ടുമ്പോൾ 2200 വരുന്നത്. കറക്റ്റാണ്, നമ്മുടെ ആൻസർ കറക്റ്റാണ്. വീണ്ടും 3, 2700, നമ്മുടെ 2700. അപ്പോൾ അവർ വർക്കിംഗ് ഈസ് കറക്റ്റ്. നമ്മളൊരു ഗ്രാഫ് വരച്ചു, നമ്മൾ മൂവിങ് ആവറേജും കണ്ടുപിടിച്ചു കേട്ടോ. അങ്ങനെയാണ് അത് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഈ 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് പോവുക. ഇതായിരിക്കാം വരാവുന്നത്, ഇവരുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ് കേട്ടോ. താങ്ക് യു.